ഇച്ചായൻ നിന്നെ മനഃപൂർവ്വം വിളിക്കാഞ്ഞതല്ലടാ. അവിടെ നിന്ന് എങ്ങനെയും ഒന്ന് പോന്നാൽ മതിയെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊച്ചിൻ്റെ സൗണ്ട് കേട്ടാൽ പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് തോന്നില്ല. അതുകൊണ്ട് എൻ്റെ കൊച്ചൊന്ന് ക്ഷമിക്കേ. നിന്നെ കാണാനല്ലേ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നത്. എന്നെയൊന്ന് നോക്കടാ പൊന്നെ. അവളോട് അങ്ങനെ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഡെറി അവളോടായി പറഞ്ഞു. ശേഷം അവളെ ബലമായി തന്നിലേക്ക് തിരിച്ചു നിർത്താനും നോക്കി. അവൾ ഗ്യാസ് ഓഫാക്കി പെട്ടെന്ന് തന്നെ അവന് നേരെ തിരിഞ്ഞ് അവനെ ഇറുകെ പുണർന്നു. അവനും അവളെ അവനോട് കൂടുതൽ ചേർത്ത് നിർത്തി. അവർക്കിടയിൽ മൗനം മാത്രം നിറഞ്ഞു നിന്നു. കുറേ നേരം അവർ അങ്ങനെ തന്നെ നിന്നു. കാരണം ഈ ചെറിയ വിരഹം അവർക്ക് രണ്ടുപേർക്കും അത്രയും സങ്കടമുള്ള ഒന്നായിരുന്നു. എന്നാലും ആ വിരഹത്തിനിടയിലും അവരുടെ സ്നേഹം ഒന്നും കൂടി കൂടിയതേയുള്ളൂ. ഏറെ നേരം അവർ അങ്ങനെ നിന്നു. ശ്രീ പതിയെ തലയുയർത്തി അവനെ നോക്കി. അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെ നിന്ന് പോയപ്പോഴുള്ള മുഖമല്ല പെണ്ണിൻ്റെ. ഇപ്പോൾ ഉറങ്ങാറേയില്ല എന്ന് ആ കണ്ണ് കാണുമ്പോഴേ മനസ്സിലാകും. അത് കണ്ടതും അവൻ അവളെ ഒന്ന് കുറിപ്പിച്ചു നോക്കി. പാറു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഓർത്ത് നിന്റെ ഉറക്കമൊന്നും കളയരുത് എന്ന്. എനിക്ക് നിന്റെ ആരോഗ്യം പ്രധാനമാണ്. വെറുതെ എന്നെ ഓർത്ത് ഉറക്കം കളയരുത് എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നോട്. അവളെ നോക്കി ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. സോറി ഇച്ചായ, ഇച്ചായനില്ലാത്തതിൻ്റെ പിന്നെ വിളിച്ച് കിട്ടാത്തതിൻ്റെ എല്ലാം സങ്കടം കൊണ്ടാ. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. അവൻ അവളുടെ മൂർധാവിൽ ചുംബിച്ചു. അവൾ കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു. പിന്നെ അവളുടെ കണ്ണുകളിൽ, അവിടെ നിന്ന് അവളുടെ ഇരു കവളിലും പതിയത് അവളുടെ അധരങ്ങളിലെത്തി നിന്നു. എന്നാൽ കണ്ണുകൾ അടച്ചു നിന്ന ശ്രീ തൻ്റെ അധരങ്ങളിലേറ്റ നിശ്വാസ ചൂടിലാണ് കണ്ണുകൾ തുറന്നത്. അപ്പോൾ അവൾ കണ്ടു തൻ്റെ അധരങ്ങളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന അവളുടെ ഇച്ചായനെ. അവളൊന്ന് വിറച്ചുപോയി. അവൾ പതിയെ അവനെ വിളിച്ചു, ഇച്ചായ. എന്നാൽ അവളുടെ വിളി കേട്ടതും അവൻ അവളുടെ കീഴ്ച്ചുണ്ട് കടിച്ച് വായിലാക്കി നുണയാൻ തുടങ്ങി. തീർത്തും പതിയെ ഒരു ചുംബനം. എന്നാൽ അവൻ്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾ കുതറി മാറാൻ തുടങ്ങി. എന്നാൽ അവളെ അതിനനുവദിക്കാതെ അവൻ അവളുടെ ഇടുപ്പിലൂടെ അവളെ ഒന്നുകൂടെ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചു. സാവധാനം തുടങ്ങിയ ചുംബനം പതിയെ വന്യതയിലേക്ക് വഴിമാറി. അവൻ അവളുടെ ഇരു ചുണ്ടുകളും മാറി മാറി നുണഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു. പതിയെ അവളും അവനെ ചുംബിക്കാൻ തുടങ്ങി. രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചു. അവൻ്റെ കൈകൾ പതിയെ അവളുടെ ടീഷർട്ട് പൊക്കി അവളുടെ പഞ്ഞി പോലെയുള്ള വയറിലേക്കെത്തി. അവിടെ നിന്ന് പതിയെ അവളുടെ നാഭിച്ചുഴിയിലേക്കെത്തി. പതിയെ അതിനു ചുറ്റും അവൻ്റെ വിരലുകൾ ചലിപ്പിച്ച് പതിയെ അവൻ അതിൻ്റെ ആഴം അളന്നു. അവളൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. പതിയെ അവൻ്റെ കൈകൾ അവിടെ നിന്നും മുകളിലേക്ക് പോയി അവളുടെ ഇടത്തെ മാറിൽ വന്നെത്തി. അവൻ പതിയെ അമർത്തി ഞെരിച്ചു. അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ കൂടുതൽ മുറുകി. അവൾക്ക് അവളുടെ ശരീരമൊക്കെ തളരുന്നത് പോലെ തോന്നി. അവൻ അവളുടെ മാറിനെ അമർത്തി ഞെരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചിരുന്നില്ല. ഇനി ഇത് തുടർന്നാൽ താൻ ചത്തുപോകുമെന്ന് മനസ്സിലായപ്പോൾ അവൾ അവൻ്റെ തോളിൽ പതിയെ തല്ലി. അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലായതും അവൻ അവളുടെ ചുണ്ടിൽ നിന്ന് ഒന്നുകൂടി നുണഞ്ഞുകൊണ്ട് പതിയെ അവളുടെ ചുണ്ടിൽ നിന്ന് പിന്മാറി. അവൾ കിതച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ അവളുടെ പുറമൊഴിഞ്ഞു കൊടുത്തു. പിന്നെ ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു, ഇനിയും ഇങ്ങനെ നിന്നാൽ ഇച്ചായൻ ഇനി എന്തേലുമൊക്കെ ചെയ്യാൻ തോന്നും. അതുകൊണ്ട് ഇച്ചായൻ ഫ്രഷായിട്ട് വരാം. അപ്പോഴേക്കും എനിക്ക് എന്തേലും കഴിക്കാനുണ്ടാക്ക്. അവനൊരു ചിരിയോടെ അവളോട് പറഞ്ഞു. അവൾ പതിയെ അവനിൽ നിന്ന് അകന്നു മാറി. അവന് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അവൻ പതിയെ അവളോട് ചേർന്ന് നിന്ന് പറഞ്ഞു, അവിടെ എന്നാ സോഫ്റ്റാടി, എനിക്കിഷ്ടമായി കേട്ടോ. അവനൊരു കുസൃതിയോടെ അവളുടെ മാറിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അവളത് കേട്ട് അവനെ കണ്ണുരുട്ടി കാണിച്ചു. അവൻ അതൊരു ചിരിയോടെ ഒന്ന് നോക്കി ഫ്രഷ് ആവാൻ പോയി. എന്നാൽ അവൻ പോയപ്പോൾ അവളുടെ ചുടിയിൽ നാണത്താൽ ചാലിച്ചൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ ഇച്ചായന് വേണ്ടി മാത്രമായിട്ട്. ഡെറി ഫ്രഷായി വന്നപ്പോഴേക്കും ശ്രീ നല്ല നെയ്യൊക്കെ ഇട്ട ദോശയും തക്കാളി ചട്നിയും റെഡിയാക്കിയിരുന്നു. ഡെറി ആസ്വദിച്ച് തന്നെ അത് കഴിച്ചു. കൂട്ടത്തിൽ അവളെയും കഴിപ്പിച്ചു. കാരണം അവനറിയാം അവൾ അധികമൊന്നും കഴിച്ചിട്ടുണ്ടാകില്ല എന്ന്. അങ്ങനെ ഫുഡ് കഴിച്ച് അവർ നേരെ ബാൽക്കണിയിൽ പോയി. അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോർ ബെഡിലേക്ക് അവൻ കിടന്നു. അവൻ്റെ നെഞ്ചോരമായി അവളും. ഏറെ നേരം രണ്ടുപേരും ഇടയിൽ മൗനം മാത്രം കടന്നു നിന്നു. പതിയെ ഡെറി സംസാരിച്ചു തുടങ്ങി. പാറു, ഇച്ചായ. അവൾ മുഖമുയർത്തി അവനെ നോക്കി വിളിച്ചു. പാറു,
ഞാൻ നമ്മുടെ മിന്നുകെട്ട് തീരുമാനിച്ചു. ഈ വരുന്ന ഞായറാഴ്ച സ്നേഹാലയത്തിൽ വെച്ച്. വേറെ ആരുമില്ല, നമ്മൾ 4 പേരും, പിന്നെ അവിടെയുള്ളവർ മാത്രം. അവൻ പറഞ്ഞു. കാരണം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് അത്. അവൻ അവൻ്റെ പ്രണയിനി ആദ്യമായി കണ്ടതും അവിടെ വെച്ചാണ്. എന്നാൽ അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഐ ലവ് യു ഇച്ചായ. അവൾ അവൻ്റെ കവിളിൽ ചുംബിച്ചു. അവനൊരു ചിരിയോടെ അത് സ്വീകരിച്ചു. എൻ്റെ കൊച്ചിന് സന്തോഷായോ? ഡെറി ചോദിച്ചു. ഒരുപാട്. പിന്നെ കല്യാണം കഴിഞ്ഞ് നമുക്ക് നാട്ടിൽ പോകണം. ദേവുവിൻ്റെ അമ്മയും മുത്തശ്ശിയെയും കാണാം. അനുഗ്രഹം മേടിക്കണം. ആടാ, നമുക്ക് പോകാം. അത് കഴിഞ്ഞ് ബിസിനസ് എല്ലാം ഒന്ന് ഒതുക്കി ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് എൻ്റെ കൊച്ചും ഞാനും മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോകണം. അവളെ ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞു. അവളും അവനോട് ചേർന്നിരുന്നു. ഇരുവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ഒരു ദിവസം മുഴുവൻ ഡെറി അവൻ്റെ പാറുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും സൂര്യയും ദേവും വന്നു. ആ ദിവസം അവർ ശരിക്കും ആസ്വദിച്ചു. എന്നാൽ ഇവരുടെ സന്തോഷങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്താൻ അവൾ വരുന്നു. എന്നാൽ അവൾ അറിഞ്ഞില്ല അവൾക്കെതിരെ നിൽക്കുന്നത് ചെകുത്താനാണ് എന്ന്.